കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ഇരുണ്ട കാലത്തിലേക്ക് പോകും എന്ന് പറഞ്ഞത്. കാരണം UDF ഭരിക്കുന്ന കാലത്തൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നു, രാത്രി സമയം കറണ്ട് ഉണ്ടാവില്ല, ഇരുട്ടിൽ ഇരിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ. അതേസമയം LDF വന്നപ്പോഴാണ് 10 വർഷക്കാലത്തേക്ക്, അതിനു മുമ്പ് LDF വന്നപ്പോഴൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്താ, അങ്ങനെ ഒരു അത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു UDFന്റെ മറുപടി. പക്ഷേ ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്, മഴയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ജനങ്ങൾ ശരിക്ക് ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ രാത്രി പവർ പോകുന്നു, ഇരുട്ട് വരുന്നു, അതിന് കൃത്യമായ ഒരു ടൈം പോലും നൽകാൻ ഒരു പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ KSEB പറഞ്ഞിട്ടില്ല ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് അത് പ്രതീക്ഷിച്ചിരിക്കാം. ഇത് പെട്ടെന്നൊരു സമയം പോകുന്നു, ആദ്യം പറഞ്ഞത് 15 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു, പിന്നെ 20 മിനിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നു, പിന്നെ ഇപ്പൊ 15-20 അല്ല, ചില സമയത്ത് അരമണിക്കൂറോളം പവർ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും കാലം പവർ കട്ട് ഇല്ലാതെ ജീവിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിച്ചത്. അപ്പൊ പെട്ടെന്ന് വീണ്ടും പവർ കട്ട് വരുമ്പോൾ നമ്മൾ പ്രതിസന്ധി ഘട്ടമാണ്, മഴയില്ലാത്തത് കൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിന് ഒരു കൃത്യസമയം പാലിക്കാൻ ആണെന്ന് ആവശ്യപ്പെട്ടു. അതൊന്നും ഉറപ്പാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും പാലിച്ചിട്ടില്ല. തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോകുന്നു, അതിന് ഒരു ദിവസം പലതവണയായിട്ട് പോകുന്നു, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദീർഘവീക്ഷണമില്ലാത്തൊരു ഇതുകൊണ്ടല്ലേ. അത് കാരണം ഞാൻ പറയാൻ കാരണം, മുൻ വൈദ്യുതി മന്ത്രിയായ MM മണി കൂടി ഇക്കാര്യത്തിൽ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, മഴയില്ല എപ്പോഴും കിട്ടണമെന്നില്ല, മഴ ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. പക്ഷെ വൈദ്യുതി ജനങ്ങളെ ഇരുട്ടിലാക്കാണ്ട് നോക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളൊരു സംഭവം പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിയുടെ ഒരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, അതിന്റെ അകത്ത് ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുണ്ട കാലമായിരിക്കും UDF സർക്കാരിന്റെ കാലം എന്ന് പറയുന്നത് അവർ ഈ പവർ കട്ടിനെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഒരുപക്ഷെ പവർ കട്ടിനെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വിജയിക്കുമായിരുന്നു. പക്ഷെ ഇവർ മൊത്തത്തിൽ UDF സർക്കാർ ഒരു ഇരുണ്ട കാലം സമ്മാനിച്ച സർക്കാരാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് പൊളിക്കാൻ UDF സർക്കാരിന് കഴിഞ്ഞത്. പിന്നെ പവർ കട്ടിന്റെ കാര്യം പറയുമ്പോൾ നിശ്ചിതമായ ഒരു സമയം ഏർപ്പെടുത്താൻ കഴിയാത്തത് വലിയ പരാജയം തന്നെയാണ്. എപ്പോൾ പോകുമെന്ന്, ഒരു തവണ പോകുമെന്ന് പറയുന്നിടത്തൊക്കെ ഇപ്പൊ ഒരു തവണയല്ല 2 തവണ പോകുന്ന ഒരു രീതിയുണ്ട്. രാത്രി ആദ്യം ഒരു 7 മണിക്ക് ശേഷം പോവുകയും പിന്നെ ഒരു 11 മണിക്ക് ശേഷം പോകുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഒരുപാട് സമയം അല്ലെങ്കിൽ ദീർഘനേരം കറണ്ട് പോകുന്നില്ല എന്നൊരു കാര്യം ഒഴിച്ചാൽ കറണ്ട് പോകാം. വ്യക്തമായ ഒരു സമയം നൽകുകയായിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ മനസ്സിലാകുമല്ലോ നമുക്ക് ഇത്ര മണിക്ക് കറണ്ട് പോകും, അപ്പൊ അതിന് മുന്നോടിയായി ചെയ്തു വെക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷമായി പവർ കട്ട് ഇല്ലാതിരുന്നു. ഇപ്പൊ വീണ്ടും UDF സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ പവർ കട്ടാണ്, പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാണ്, മഴയില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സാധാരണഗതിയിൽ ജനങ്ങൾ അംഗീകരിക്കും. പക്ഷെ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു രീതി വരുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും. മറുവശത്ത് കഴിഞ്ഞ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ ഇതുപോലെ ഒരു പവർ കട്ട് ഉണ്ടായിരുന്നു. ഇത്ര, പക്ഷെ നിശ്ചിത സമയം കൃത്യമായ സമയമല്ല, ഇത്ര 15 മിനിറ്റ് പോകുമെന്നുള്ള ഒരു രീതി അവസാനം എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ച എന്നാണമായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വൈദ്യുതി പ്രതിസന്ധി, മഴയില്ലാത്തതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തമായ പ്ലാൻ ഇല്ല എന്ന് തന്നെ അതിൽ പറയേണ്ടി വരും. പിന്നെ കറണ്ട് പോകുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ ഇരുണ്ട സമയം, അല്ലെങ്കിൽ ഇരുണ്ട കാലത്താണ് ഇരുട്ടത്തേക്ക് പോകുമെന്ന് പറയുമ്പോഴും ഒരു പരിധിവരെ അതിനെ പിന്താങ്ങുന്ന ആളാണ് ഞാൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വഭാവം കൊണ്ട് എല്ലാവരും പറയും കറണ്ട് വേണമെന്ന്. പക്ഷെ കറണ്ട് പോകുമ്പോൾ, പിന്നെ കറണ്ട് പോകുന്ന സമയമാണ് വീട്ടിലുള്ളവർ, ഞാൻ കറണ്ടിന്റെ കാര്യം മാത്രമല്ല, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും എല്ലാ മൊബൈൽ ടവർ നെറ്റ്വർക്കുകൾ കൂടി പോകണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാര്യം പരസ്പരം മുഖത്ത് നോക്കാതെ വീട്ടിൽ TVയോ മൊബൈൽ ഫോണോ നോക്കിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കറണ്ട് പോകുമ്പോഴായിരിക്കും ഗതികെട്ട് ഇനി ഇവരോട് സംസാരിക്കണം, നെറ്റോ കറണ്ടോ പോകുമ്പോൾ മാത്രം സംസാരിക്കുന്നത്. ഇപ്പൊ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ കറണ്ട് പോയാലും അത് ഉണ്ടാകാറില്ല. എന്നാൽ പോലും ഒരു രീതിയിലൊക്കെ സംസാരിക്കാൻ, കറണ്ട് പോകുമ്പോൾ പരസ്പരം സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാനൊരു പോസിറ്റീവ് സൈഡായിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡായിട്ട്. പക്ഷെ ഈ കറണ്ട് പോകുന്നത് ശരിയാണെന്നോ സർക്കാർ ചെയ്യുന്നത് ശരിയെന്നോ അല്ല, എല്ലാ ന്യൂനതകളിൽ നിന്നും നമ്മളൊരു പോസിറ്റീവ് കണ്ടെത്തണമല്ലോ. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കറണ്ട് മഴ കുറവായിരിക്കും, കറണ്ട് പോകും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സർക്കാരിന് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എങ്ങനെ പരിഹരിക്കാം? ഇത്രയും കാലം പവർ കട്ട് ഇല്ലാതെ ജീവിച്ച ഒരു ജനങ്ങൾക്ക്
ഇനി അത് ഇല്ലാതിരിക്കാൻ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. ഇപ്പൊ അത് വാങ്ങാൻ തയ്യാറല്ല, സാമ്പത്തിക ബാധ്യതകൾ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പം വാങ്ങണ്ട, അല്ലെങ്കിൽ അത് കൂടിയ വിലയ്ക്ക് വാങ്ങണ്ട എന്നുള്ള തീരുമാനിച്ച് പവർ കട്ട് ഏർപ്പെടുത്താന്നുള്ളൊരു തീരുമാനം വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആദ്യത്തെ കുറച്ച് ദിവസമൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ജനങ്ങൾക്കും. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ സ്ഥിരമായി തുടങ്ങി. ഇതിപ്പോ തീരുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട് പവർ കട്ടിന്റെ കാര്യത്തിൽ എന്നാണ് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ വീഴ്ചയാണ്. തീരുമാനമെടുക്കാനോ വ്യക്തമായ ഒരു കാര്യങ്ങൾ പറയാനോ പറ്റാത്തത് സർക്കാരിന്റെ വീഴ്ചയാണല്ലോ. അതല്ല വേണ്ടത്. സർക്കാർ ചെയ്യേണ്ടത് ഇത് എങ്ങനെ പവർ കട്ട് ഇല്ലാതാക്കാന്നുള്ളത്. അത് വിലക്ക് കൂടുതൽ വിലക്ക് വാങ്ങുവോ എങ്ങനെയാണെന്ന് വെച്ചാലും അതിനൊരു ബദൽ മാർഗം കണ്ടുപിടിക്കാം. കാരണം എന്ന് വെച്ചാൽ വൈദ്യുതി വാങ്ങൽ തന്നെയാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. അതിപ്പോ എം എം മണി പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം 40% വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ എത്ര വരുന്നു, എത്ര ഉപഭോഗം ഉണ്ടോ എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പല മത്സരങ്ങളും അർദ്ധരാത്രിയും പുലർച്ചെയും ഒക്കെയാണുള്ളത്. ഇത് ഇപ്പോൾ പഴയതുപോലെയല്ല. ഒരുപാട് പേര് ഫുട്ബോൾ കാണാനിരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ആഘോഷമാക്കുന്നുണ്ട്. പല രീതികളുണ്ട്. അത് കൊണ്ട് തന്നെ ഒരുവിധം വീടുകളിലൊക്കെ ഇരുന്നിട്ട് ഫുട്ബോൾ കാണുന്നുണ്ട് പലരും. സ്ത്രീകൾ ഉൾപ്പെടെയാണെങ്കിലും ആരാണെങ്കിലും ഫുട്ബോൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി 12 മണിക്കോ 11 മണിക്കോ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയാണ്. പല വീടുകളും അങ്ങനെ തന്നെയാണ്. കളി കാണുന്നത് വേൾഡ് കപ്പ് ഒരുവിധം എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ അത് ഉപഭോഗം കൂടാനുള്ള ഒരു ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒക്കെ ആണെങ്കിലും എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കൂടുതൽ വൈദ്യുതി വാങ്ങിയിട്ട് എത്തിക്കേണ്ടത് തന്നെയാണ്. എം എം മണി പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എം എം മണി പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം പറഞ്ഞയാൾ എം എം മണി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്ന പ്രസ്താവനകളിൽ പ്രധാനമായി അദ്ദേഹം ഏതൊരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ വരികയും ഫോറസ്റ്റുകാർക്കെതിരെ പറയുമ്പോൾ അത് വിവാദപരമായ പരാമർശങ്ങളിലേക്ക് താന്നു പോകും. ഇപ്പൊ അദ്ദേഹം പറയുന്ന എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്? വഴി നടക്കാൻ സമ്മതിക്കില്ല, തിരിച്ചു പോകാൻ വീട്ടിലേക്ക്, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ തിരികെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ട് എന്നുള്ള ചിന്ത വേണം ഉദ്യോഗസ്ഥർക്ക്. അപ്പൊ ഇത്തരം പരാമർശങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ പോലും അംഗീകരിക്കില്ല. ഇപ്പൊ എം എം മണിയുടെ പ്രസ്താവനകൾ എടുക്കുമ്പോൾ ആദ്യം കേരളത്തിലെ ജനങ്ങൾ ഓർക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പെൻഷൻ വാങ്ങി നന്ദികേട് കാണിച്ചു. അത്തരം പരാമർശങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾ, അതിപ്പോ ഏത് പാർട്ടിയിലായാലും ഇത്തരം ആളുകൾ പറയുന്ന യഥാർത്ഥ കാര്യങ്ങളെ പോലും ജനങ്ങൾ അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല, അത് ചിന്തിക്കില്ല. കാര്യം ഇദ്ദേഹം പറയുന്നതെല്ലാം വിവാദങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് എന്ന് പറഞ്ഞ് അത് എന്താണ് ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഈ വിഷയത്തിലും അതാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണെന്നുള്ള അല്ലെങ്കിൽ മന്ത്രിയാണെന്നുള്ള കാര്യമൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുമ്പോഴും ഇവിടെ എം എം മണി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശത്തെ പറ്റിയാണ്. കാര്യം ഈ ഒരു പ്രധാന കാര്യം അദ്ദേഹം പറയാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ചയ്ക്ക് വരുന്നില്ല. പിന്നെ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് അറിയില്ല. അതിനൊരു ക്ലാരിഫിക്കേഷൻ സർക്കാർ വരുത്തണം. ഇപ്പൊ 1 മാസം മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ജനങ്ങളോട്. നമ്മൾ ഒരു കാലാവധി പറയുന്നതും അറിയില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്ന് അംഗീകരിക്കുകയും മനസ്സിലാക്കി അത് തിരുത്തുകയുമാണ് സർക്കാർ വേണ്ടത്. പിന്നെ സ്വാഭാവികമായും പ്രതിപക്ഷത്തു നിന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. കാര്യം കറണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് വരെ 10 വർഷം ഇല്ലാതിരുന്ന കാര്യം പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കാരണം അതിനൊക്കെ വ്യക്തമായ ന്യായീകരണം പറയാൻ മന്ത്രിക്ക് കഴിയണം. അതെ, ഇത് തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇതിനിപ്പോ പ്രതിഷേധം ഉയരാൻ പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ സർക്കാരിന് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ജനങ്ങൾ ഒരു പ്രതിഷേധമായിട്ട് വരുമ്പോൾ ഇത് ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിനൊന്നല്ല. എവിടെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ ഒന്നടങ്കം കറണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇൻവെർട്ടറും മറ്റ് ജനറേറ്ററും ഉള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും സാധാരണക്കാർക്കിടയിൽ ഈ പവർ കട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒരു സംശയമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അല്ലെങ്കിൽ പവർ കട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എങ്കിൽ ചെയ്യേണ്ടത് കൃത്യമായ സമയം പറയാം. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കറണ്ട് ഉണ്ടാകില്ല, വൈദ്യുതി കട്ടാകും. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഒരു ദിവസം മുഴുവൻ കറണ്ട് ഇല്ലെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരും, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ. അത്തരം മെസ്സേജുകളെങ്കിലും അയക്കുക. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കാം. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന് മുൻപ് അല്ലെങ്കിൽ ഈ സമയത്ത് കറണ്ട് പോകും. അപ്പൊ അത്തരം വീട്ടമ്മമാർ, ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഒരുപാട് പണികൾ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് അറേഞ്ച്മെന്റ് തോന്നുന്ന സമയത്ത് കറണ്ട് പോവുകയും തോന്നുന്ന സമയത്ത് വരികയും ചെയ്യുന്ന രീതി മാറിയില്ലെങ്കിൽ ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സണ്ണി ജോസഫ് എന്ന മന്ത്രി പറയുന്ന അല്ലെങ്കിൽ മന്ത്രി പറയുന്ന മറുപടി ജനങ്ങൾക്ക് തൃപ്തികരമല്ല. തൃപ്തികരമായിട്ടുള്ള മറുപടി കൂടി പറയണം. കാര്യം
നമുക്കറിയാം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, മഴ കുറവാണ്. ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും വ്യക്തമായ കാര്യങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അല്ലെങ്കിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയട്ടെ. അല്ലാതെ ഇത്തരം മറുപടികൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് 10 വർഷം പവർ കട്ട് ഇല്ലാതിരുന്നിടത്ത് പുതിയ സർക്കാർ വരുമ്പോൾ ഇരുണ്ട കാലത്തിലേക്ക് കൊണ്ടുപോയോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ആദ്യമേ പറഞ്ഞതല്ലേ, പ്രതിപക്ഷം ആയുധമാക്കുന്നതിന് മുൻപ് ഈ വിഷയം ജനങ്ങളുമായി സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രതിപക്ഷം ആയുധമാക്കി അത് വലിയ ചർച്ചയിലേക്കും പ്രതിഷേധത്തിലേക്കും പോയിട്ട് സർക്കാർ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോഴും സമയം വൈകിട്ടില്ല. സണ്ണി ജോസഫിന് വേണമെങ്കിൽ എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കാം ജനങ്ങൾ. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ഉടൻ തന്നെ എന്തെങ്കിലും തീരുമാനം സർക്കാർ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.